ഹായ് കൂട്ടുകാരെ, ഞാൻ പ്രിയ. നമ്മുടെ ഇൻചിഞ്ചി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് കൃഷി ചെയ്യുന്നതായ നമ്മുടെ ചെണ്ടുമല്ലിയും വാടാമുല്ലയും എങ്ങനെയാണ് കൃഷി ചെയ്യാം, അതിന് നമ്മൾ ആദ്യം കൊടുക്കുന്ന അടിവളം എന്തൊക്കെയാണ്, പിന്നീട് അതിന് നമ്മൾ 30 ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്ന വളം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് ഓണത്തിന് നമ്മുടെ ഓണത്തേക്കുള്ള നമ്മൾ ചെണ്ടുമല്ലിയാണ്. അപ്പോൾ നമ്മൾ ചെണ്ടുമല്ലി എങ്ങനെയാണ് നോക്കുന്നതിനും അതെങ്ങനെയാണ് നടുന്നതിനും ഒക്കെയാണ് കാണിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് 1 മാസമായത് 30 ദിവസമായ ചെണ്ടുമല്ലിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് കണ്ടപ്പോൾ നമ്മൾ ചെറിയൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പം കാറ്റൊക്കെ അടിച്ച ഇവിടെ ഒരു കാറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം മറിഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഒരു ചെറിയ താങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജൂൺ 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് വേണം കേട്ടോ നടാൻ. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആദ്യം തന്നെ കുറച്ച് നട്ടതായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമുക്കിനി ഇതിന് വളം കൊടുക്കണം. അപ്പോൾ ഇത് നടുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇലകൾ ഉണ്ടാവുകയും ചെയ്യും. നിറച്ച് നല്ലപോലെ ഇത് ശാഖകളുണ്ടായി പൂക്കളൊക്കെ ആകും. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സൈഡിലോട്ട് ഇങ്ങനെ നടാം കേട്ടോ. ഇതിലും പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് വകഞ്ഞു കൊടുക്കുക, ചെറുതായിട്ടിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക. മണ്ണെന്നിട്ട് നമ്മളിതിൽ വളമിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിത് വേറെ തട്ടാതെ സൈഡിൽ കൂടി കുറച്ച് വളമിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു 5-8 ചൂട് ചെണ്ടുമല്ലി ഇപ്പോൾ നട്ടിട്ടുണ്ട്. പിന്നെ ജൂണിൽ നടാൻ വേണ്ടി വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മുടെ വാടാമുല്ലയാണ്. ഇത് കണ്ടോ വാടാമുല്ല. ഇത് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. വാടാമുല്ല കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ ഓണത്തിന് വാടാമുല്ലയ്ക്കും ചെണ്ടുമല്ലിക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ് പൂക്കൾക്ക്. ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടാൽ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് പൂക്കളാകും. നമ്മുടെ വീട്ടിൽ പൂക്കളിടാനും ഒക്കെ സ്കൂളിലേക്കൊക്കെ പിള്ളേർക്ക് പൂ പറഞ്ഞു വിടും. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ വീട്ടിലിടാനും ഒക്കെ അതിന് വേണ്ടിയിട്ടാട്ടോ. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ കുറച്ചൊക്കെ നട്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടേ ഞാനിത് ഇട്ട് കൊടുക്കുക. ഒരു അല്പം വളം മാത്രം ഇട്ടു. ഞാനിപ്പോൾ ഇത് 15 ദിവസം കൂടുമ്പോഴാട്ടോ വളം ഇടുന്നത്. ഇംഗ്ലീഷ് വളം കേട്ടോ, പൊട്ടാഷ്യാണ് ഇടുന്നത്. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, വാടാമുല്ലയാണ്. ഇവിടെ കടുക്ക ചെടിയെന്നും പറയും, വാടാമുല്ലയെന്നും പറയും. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിങ്ങനെ വേരൊന്നും ഇതാകാതെ മെല്ലെ ഒന്ന് ഇളക്കുക. ഞാൻ എനിക്ക് കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ ഉള്ളിയപ്പം ചെറിയ ഉള്ളിയാണ് അത് കണ്ടോ ഉണ്ടാവുന്നത്. അതിന് മുട്ടത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലോട്ടും കുറച്ച് വളം ചേർക്കാം, വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് യൂറിയയും പൊട്ടാഷ്യമാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാഷ്യം ഇടുമ്പോൾ യൂറിയ ഇടുമ്പോഴൊക്കെ നല്ലതുപോലെ പൂക്കളുണ്ടാകാനും പെട്ടെന്ന് നമുക്ക് പൂക്കളുണ്ടാകാനാട്ടോ നമ്മളിത് ഇടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെണ്ടുമല്ലി കാണാം. ഇത് നോക്കി ഇതിൻ്റെ തലപ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നിലത്താട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ചട്ടിയിൽ അങ്ങനെ വെച്ച് നിലത്ത് നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ വേപ്പും പിണ്ണാക്കും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നട്ടതാട്ടോ. മണ്ണൊക്കെ ശരിയാക്കി ഒരുക്കിയിട്ട് ഇപ്പം 30 ദിവസമായ തൈയാണിത്. നമ്മൾ ഇത് തൈ പറിച്ച് മാറ്റി വെക്കുന്നത് 20 മുതൽ 25 ദിവസം വരെ ആട്ടോ. തൈ ഉണ്ടായ 20 ദിവസം മുതൽ 25 ദിവസം പ്രായമാകുമ്പോൾ നമുക്കത് മാറ്റി നടാവുന്നതാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കളും നല്ല ശാഖകളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതേപോലെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടാം. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ കൂടെ ഇപ്പോൾ ഞാൻ 15 ദിവസം കൂടുമ്പോഴാണ് വളമിടുന്നത്. അപ്പോൾ ഒന്ന് ചൂടിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നിലത്താകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വേരയിലൊന്നും ഇടരുത് കേട്ടോ. വളം ഇട്ടാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേരയിലിടാതെ നമുക്ക് കുറേശ്ശെ വളം ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊന്നും ഒരു 15 ദിവസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് മണ്ണിട്ടോ ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കാം. ഇവിടെ മഴയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ വലിയ നനവൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് ഓണത്തിന് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കളുണ്ടാകും ഇഷ്ടം പോലെ. ഞാനിവിടെ നിലത്ത് വെച്ചിരിക്കുന്നത് ഒരു 5-8 ചൂട് നിലത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ സാധാരണമായിട്ട് കൃഷി ചെയ്യുന്നത് ആഫ്രിക്കൻ മേരിഗോൾഡും ഫ്രഞ്ച് മേരിഗോൾഡും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ പൂവുണ്ടാകും. നമ്മൾ ഓണമൊക്കെ ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ടയിൽ നിന്നൊക്കെ വരുന്ന പൂക്കൾ വാങ്ങാൻ. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ pH എന്ന് പറയുന്നത് 6.5
7.5 ആട്ടോ നല്ലത്. പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം നടാൻ. അപ്പം നല്ല പൂക്കളൊക്കെ ഉണ്ടാകും. നല്ല വലുപ്പത്തിലുള്ള പൂക്കളുണ്ടാകാനും പെട്ടെന്ന് പൂക്കളുണ്ടാകാനും വേണ്ടിയാണ് നമ്മൾ ഇതിന് വളം ചേർക്കുമ്പോൾ നമ്മൾ പൊട്ടാഷ് ചേർക്കുന്നത്. പിന്നെ പൊട്ടാഷ്യം യൂറിയയും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ജൈവവളമാണെങ്കിൽ നമ്മൾ ജീവാമൃതം ഒഴിക്കാവുന്നതാണ്. പിന്നെ ജൈവ സ്ലറികൾ നമുക്ക് ഒഴിക്കാം. ഞാനിത് എൻ്റെ രീതിയിലാട്ടോ ഞാൻ നടുന്നത്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. നമുക്ക് ഓണത്തിന് എവിടെയും പോകേണ്ട ആവശ്യം വരികയാണ്. പൂവിന് നമ്മൾ പൈസ കൊടുത്ത് പൂ മേടിക്കണ്ട. അപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ പൂവിന് പെരും വിലയാണ്. പൂവ് ഇഷ്ടം പോലെ കാണുകയും ചെയ്യും, പക്ഷെ നല്ല വിലയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇടാനുള്ള പൂവിന് വേണ്ടി നമ്മൾ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. കിലോയ്ക്ക് 100, 150, 200 ഒക്കെ അല്ലേ. പിന്നെ എൻ്റെ വീട്ടിലുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കൂടല്ലൂർ അവിടെ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇങ്ങനെ വഴി സൈഡ് മൊത്തം അമ്മ ഇങ്ങനെ ചെണ്ടുമല്ലിയും വാടാർമുല്ലയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ലൈറ്റ് ഓറഞ്ചും ലൈറ്റ് മഞ്ഞയും ലൈറ്റ് മഞ്ഞയും കട്ട ഓറഞ്ചും ആട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ലതാട്ടോ. നമ്മൾ ഒന്ന് കുറച്ച് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എവിടെയും പോയി മേടിക്കണ്ട. അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് പൂക്കളുണ്ടാകും. ഞാനിത് പിന്നെ കരിയിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വളം ഇടുമ്പോൾ ചുവട്ടിലിടരുത് കേട്ടോ. ചുവട്ടിലിട്ടാൽ വേരുകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് അധികം വളമൊന്നും വേണ്ടി ഇപ്പോൾ 15 ദിവസം കൂടിയിട്ടുണ്ട്. വളം ഇട്ടിട്ട് ഇപ്പോൾ 15 ദിവസമായി. അതുകൊണ്ടാണ് ഇത് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ എടുത്തിട്ട് ഓണത്തിൻ്റെ ഇതായില്ല, അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ. ചുവട്ടിൽ തന്നെ നമുക്കൊന്ന് നട്ട് കൊടുക്കാം. ഇതിൽ നിന്നും ഉണ്ടാകും കേട്ടോ. ഇതിൽ നിന്നും കിളുത്ത് ഇതിലും മുട്ടുണ്ടാകും. 10 ചുവട് മണ്ണിലാട്ടോ. ബാക്കി 2-3 ചുവട് മാത്രമേ ചെടിച്ചിട്ടേ നട്ടിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വേരിങ്ങനെ ഒന്ന് മണ്ണിളക്കി കൊടുക്കുക. വേരിന് തട്ടാതെയാട്ടോ ഇളക്കുന്നത്. അപ്പോൾ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വളവും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉത്സാഹമായിട്ട് പൂക്കളാവും. അപ്പോൾ നമ്മൾ ജൂൺ 10 അപ്പോൾ ഇപ്പോഴേ നമ്മളൊന്ന് പിന്നെ ചെടികൾ വിത്ത് പാകിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ജൂൺ 10 ആകുമ്പോഴത്തേക്ക് തൈ പറിച്ച് നടാനാകും. ഞാൻ കുറേ പാകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ദാണ്ടെ ഇത്രയേ ഉള്ളൂ. നമ്മളിതിൻ്റെ തലപ്പൊടിനുള്ളിൽ കൊടുക്കുക, വളമിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കാറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ അടിയിലൊരു കൊമ്പ് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് ഒടിഞ്ഞു പോവാതിരിക്കൂ. ഇത് ഒടിഞ്ഞു പോകും മിക്കവാറും. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വീഴും. ഇതിനത്ര നല്ല ആരോഗ്യമൊന്നും ഇല്ലല്ലോ. എന്നാലും ഏകദേശം എനിക്ക് തണ്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ഇങ്ങനെ ഈ കൂമ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാത്തിനെയും കാണിക്കാൻ സമയം വീഡിയോ ഒത്തിരി ലോങ് ആകുമായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെ മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ പൂവുണ്ടാകും. അപ്പോൾ എവിടെയും പോയി നമുക്ക് ആരുടെയും വീട്ടിൽ നിന്ന് വാങ്ങണ്ട. സ്കൂളിലൊക്കെ മക്കളോട് പൂക്കളൊക്കെ കൊണ്ടുവരാൻ പറയും ഓണത്തിന് അത്തവിടാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് കൊടുത്ത് വിടാം. നമ്മൾ കടയിൽ നിന്ന് സാധാരണയൊക്കെ കടയിൽ നിന്ന് വാങ്ങാനിട്ട് ഇവിടെ 2 കൊല്ലം മുമ്പൊക്കെ കടയിൽ നിന്ന് തന്നെയാണ് പോയി മേടിച്ചത് കേട്ടോ പൂ. അപ്പോൾ ഭയങ്കര വിലയാണ് പൂവിന്. പിന്നെ പള്ളിയിലും ഒക്കെ നമുക്കിങ്ങനെ അത്ത മത്സരമൊക്കെ വെക്കുമ്പോൾ പൂവിന് ഭയങ്കര വില കൊടുത്ത് വേണം മേടിക്കാൻ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വാടാർമുല്ലയും ചെണ്ടുമല്ലിയാണ് നമ്മുടെ ഓണത്തിൻ്റെ പ്രധാന പൂക്കൾ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇങ്ങനെയാണ്. ഇതിൻ്റെ കുഞ്ഞിതിൻ്റെ ഇങ്ങനെ തലപ്പ് കണ്ടിച്ച് വിടണം കേട്ടോ കട്ട് ചെയ്ത്. അപ്പോൾ നമുക്കിനി പിന്നെ ഓണത്തിനേക്കുള്ള പച്ചക്കറികളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ചെണ്ടുമല്ലി നടുന്നതെന്നും അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ എന്തൊക്കെ വളമാണ് കൊടുക്കുന്നതെന്നും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓണത്തിന് നമുക്ക് മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ വീട്ടിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മക്കൾക്ക് അത്തവിടാനായിട്ട് ഒരു 10 ചൂട് നമ്മുടെ ചെണ്ടുമല്ലി നട്ടാൽ മാത്രം മതി. നമുക്ക് ഇഷ്ടംപോലെ പൂ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവിന് വേണ്ടി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ഇടാൻ ആരും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.